ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി പലഹാരമാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അതുപോലെ സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാം. ഇത് കഴിക്കാൻ പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നുമില്ല. ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. പിന്നെ ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. എങ്കിൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഈ പലഹാരത്തിന് വേണ്ട സ്റ്റഫിംഗ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. സ്റ്റവ് കത്തിച്ച് നമ്മളൊരു പാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തു. ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. വലിയ ജീരകമാണേ. പെരിഞ്ചീരകം നല്ലതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും, പിന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും, പിന്നെ ഒരു പച്ചമുളക് മുറിച്ചെടുത്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 1/2 മിനിറ്റ് നേരം നല്ലതായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലോട്ട് സവാള ഇട്ട് കൊടുത്ത് വഴറ്റാം. ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത്. സവാള ഇതുപോലെ കനം കുറച്ച് നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടുണ്ടല്ലോ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ചേർത്തിട്ട് 2-3 മിനിറ്റ് നേരം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. സവാള നല്ലതായിട്ടൊന്ന് വാടി വന്നാൽ മതി കേട്ടോ, കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈ സവാള ഉണ്ടല്ലോ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഇതുപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് ക്യാരറ്റാണ്. ഞാനിവിടെ 1/2 കപ്പ് ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റാണ് ചേർക്കുന്നത്. ഈ ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് 1 മിനിറ്റ് നേരം ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് പൊടികളൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ ഇതിലോട്ട് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ പിരിയമുളകിൻ്റെ പൊടിയും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറുമാണ്. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ നമുക്കിത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പൊടികളെല്ലാം ഇട്ട് കൊടുത്ത് നമ്മൾ നല്ലതായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഇതെല്ലാം അവിടെ സൈഡിലോട്ട് മാറ്റിയതിന് ശേഷം നമ്മളിതിലോട്ട് ഒരു മുട്ടയാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് 1 നുള്ള ഉപ്പ് പൊടിയും പിന്നെ 2 നുള്ള കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. മുട്ട ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യണം. ഇപ്പം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ പലഹാരത്തിന് ആവശ്യമായിട്ടുള്ള മാവൊന്ന് റെഡിയാക്കി എടുക്കാം. നമ്മൾ ഈ ഉരുളൻകിഴങ്ങ് കൂടെ ചേർത്തിട്ടാണ് ഈ മാവ് റെഡിയാക്കി എടുക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ വലിയ 2 ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ ഒന്ന് പുഴുങ്ങിയെടുത്ത് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതേ രീതിയിലൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ കട്ടകളില്ലാതെ ഉടച്ചെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ്. ഒരു കളറിന് വേണ്ടി നമ്മൾ 2 നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് ഒരു മുട്ടയാണ്. മുട്ടയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. മുട്ടയൊക്കെ ചേർത്ത് നമ്മൾ നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുത്തു. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് മൈദയാണ്. ഞാനിവിടെ 1/4 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് കൈ ഉപയോഗിച്ചിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. നമ്മൾ കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ള മാവാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ, ചപ്പാത്തി പോലെ കട്ടിക്കുള്ള മാവല്ല തയ്യാറാക്കുന്നത്. അപ്പോൾ മൈദ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമുക്കത് നല്ലതായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മളിത് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കൈ ഒന്ന് നല്ലതായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. കൈ കഴുകിയതിന് ശേഷം നമ്മൾ വീണ്ടും ഇളക്കുകയാണെങ്കിൽ കയ്യിലോട്ട് അധികം മാവ് ഒട്ടുകയില്ല. ഇനി ഇതിലോട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും നല്ലതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ കുറച്ച് ലൂസായിട്ടുള്ള മാവ് കൊണ്ട് ഈ പലഹാരം തയ്യാറാക്കിയാലേ നല്ല സോഫ്റ്റായിട്ടിരിക്കുള്ളൂ കേട്ടോ. മാവ് ഒത്തിരി കട്ടിയായി പോയാലും നമ്മുടെ ഈ പലഹാരവും കട്ടിയായിട്ടിരിക്കും. അപ്പോൾ നമ്മുടെ പലഹാരത്തിന് വേണ്ട മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് പരത്തിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഇതുപോലെ ഞാനൊരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചപ്പാത്തി പലകയിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവർ എടുത്താലും മതി കേട്ടോ. അതിന് മുകളിലോട്ട് ഇതുപോലെ കുറച്ച് എണ്ണയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം.
എന്നിട്ട് കൈ ഉണ്ടല്ലോ ഒന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം കുറച്ച് മാവെടുത്ത് ഇതേ രീതിയിലൊന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കണം. ചപ്പാത്തിക്ക് നമ്മൾ ഉരുട്ടിയെടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി മാവെടുക്കണം കേട്ടോ. എന്നിട്ടിത് കട്ടി കുറച്ചൊന്ന് പരത്തിയെടുക്കണം. ഇതേ രീതിയിൽ നമ്മളൊന്ന് വൃത്തത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് സ്റ്റഫിങ് വെച്ച് കൊടുക്കാം. ഇതിലോട്ട് നമ്മളൊരു 3 ടേബിൾ സ്പൂണോളം സ്റ്റഫിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതേ രീതിയിൽ സെൻറ്ററിലോട്ട് വെച്ച് കൊടുക്കണം. ഇനി ഇതൊന്ന് മടക്കിയെടുക്കാം. ഇതേ രീതിയിൽ മടക്കിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഷീറ്റ് അങ്ങ് മാറ്റാം. ഇതേ രീതിയിൽ നമുക്ക് അടുത്ത സൈഡും കൂടെ ഒന്ന് മടക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതാ നോക്കിക്കേ, ഇപ്പോൾ 2 സൈഡും നമ്മളൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ വശവും ഇതേ രീതിയിൽ ഒന്ന് മടക്കി കൊടുക്കണം. ഇനി നമുക്ക് അടുത്ത വശം കൂടെ ഒന്ന് മടക്കിയെടുക്കാം. ഇതാ നമ്മൾ ഒരെണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ പാടില്ല ഇത് ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. കയ്യിലൊന്നും ഒട്ടത്തുമില്ല, പ്ലാസ്റ്റിക് കവർ ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇതേ രീതിയിൽ മടക്കിയെടുക്കുകയും ചെയ്യാം. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. സ്റ്റവ് കത്തിച്ച് നമ്മൾ പാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തു. ഇതിലോട്ട് നമുക്കൊരു 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ പരത്തി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുത്തിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ ഒരു വശം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തിട്ട് മറു സൈഡും കൂടെ ഇതേ രീതിയിലൊന്ന് കളർ ചേഞ്ചായി വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ ഇതിൻ്റെ 2 വശവും നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. ഇത്രയും മതിയേ. ഇത് നമുക്ക് മാറ്റാം. ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാം. ആകെ നമുക്ക് 3 എണ്ണം ഉണ്ടാക്കാനുള്ള മാവേ ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ 3 എണ്ണവും ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3 എണ്ണം ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഒരെണ്ണം കഴിച്ചാൽ തന്നെ വയറ് നിറയും കേട്ടോ. അതുപോലെ നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റിയുമായിട്ടുള്ള പലഹാരമാണിത്. നമ്മൾ ഈ ഉരുളക്കിഴങ്ങുമൊക്കെ ചേർത്തുണ്ടാക്കിയത് കൊണ്ട് നല്ല സോഫ്റ്റാണ്, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടമാകുകയും ചെയ്യും. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും ഇതുപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.